ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിന്നിവിടെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ ബോറടിച്ചിരുന്നപ്പം വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് എഴുതി കയറിയതാട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ChatGPT എന്ന് ചോദിച്ചു, എനിക്കൊരു റെസിപ്പി പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു തന്ന റെസിപ്പി വെച്ചാണ് ഞാനിന്ന് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബ്രെഡ് വേണം, കസ്റ്റർഡ് പൗഡർ വേണം, പിന്നെ നെയ്യ് വേണം, കുറച്ച് നട്ട്സ് വേണം. ഇത്രയാണ്. പിന്നെ പാലും വേണം. ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പം നെയ്യ് എടുത്തിട്ട് നമ്മൾ ബ്രെഡ് മൊരിച്ചെടുക്കണം. അതിനാട്ടോ ഞാനിപ്പോൾ പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് ആദ്യം പാനെ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് നമ്മുടെ നെയ്യും കൂടി ഇട്ട് അങ്ങനെ മൊരിച്ചെടുക്കുക. പക്ഷെ ChatGPT നമ്മളോട് പറഞ്ഞത് ബ്രെഡിന് ഒരു പാൻ എടുത്ത് ബ്രെഡ് അതിനകത്തിട്ട് സ്ലൈസ് ആക്കിയിട്ട് അതൊന്ന് വറുത്തെടുക്കുന്ന പോലെ ചെയ്യാനാട്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വരുന്നവരെ. പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. നിങ്ങൾക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഞാൻ 2 ബ്രെഡ് വെച്ച് ആദ്യം മൂപ്പിച്ചെടുക്കാൻ എത്തി. ഞാനിവിടെ എടുത്തിരിക്കുന്ന ടോട്ടൽ 4 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ. ഇത് 4 സ്ലൈസ് ബ്രെഡിൻ്റെ ഒരു അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതേ ഈസി റെസിപ്പി ആട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഓവനിൽ വെക്കണം, പിന്നെ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെക്കണം, അവിടെയൊക്കെയാണ് ടൈം പോകുന്നത്. പക്ഷെ ഉണ്ടാക്കാൻ വലിയ ടൈം പോകുന്നില്ല. ഓവനിൽ വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നു, കാരണം ഫ്രിഡ്ജിലായാലും വെച്ചെടുത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ അതേ ഞാൻ ആ ബ്രെഡ് 4 മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരണം ബ്രെഡിന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിക്കണം. തണുത്ത പാലൊഴിക്കണം കേട്ടോ. 1/4 കപ്പ് തണുത്ത പാലൊഴിച്ചിട്ട് മറ്റേ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞാൻ ഇളക്കുന്ന കാണിക്കുന്നില്ല, കാരണം ഞാൻ തന്നെ ക്യാമറ ചെയ്യുന്ന, അപ്പോൾ എനിക്ക് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ 2 കപ്പ് പാലെടുത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മിൽക്ക് മെയ്ഡ് കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് കട്ടിയായി പോയിട്ടുണ്ട് കേട്ടോ. അതാ ഞാനിങ്ങനെ ചൂടിൻ്റെ അകത്ത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് അലിപ്പിക്കാൻ നോക്കുക. അപ്പോൾ അത് ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അടിപ്പറ്റി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്, അതിൻ്റെയാണ് ഞങ്ങളെ കാണുന്നത്. പക്ഷേ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നട്ട്സ് എടുത്ത് ബദാം പരിപ്പും പിന്നെ കശുവണ്ടിയും കൂടെ എടുത്ത് ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് തിളച്ച് വന്നപ്പോഴേക്കും ആ പാലിനകത്തേക്ക് നമ്മൾ കലക്കി വെച്ച കസ്റ്റർഡ് പൗഡറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കട്ടിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെയറായിട്ട് ഏറ്റവും അടിവശത്ത് കസ്റ്റർഡ് വെച്ചുണ്ടാക്കിയ സംഭവം ഇട്ട് കുറച്ച് നട്ട്സും ഇട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ ഫുൾ കസ്റ്റർഡും കൂടെ വെച്ച് ആ ഒരു ഇത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇപ്പം ഞാൻ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ പുഡിംഗ് എടുത്ത് വെച്ചത്. അതിട്ട് 15 തൊട്ട് 20 മിനിറ്റ് വരെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. 15 തൊട്ട് 20 മിനിറ്റ് വരെ കേട്ടോ. ഞാൻ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. അതെ, ഇനി അതൊന്ന് ബേക്കായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചും ചെയ്യാം കേട്ടോ, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഓവൻ തന്നെ വരണമെന്നൊന്നുമില്ല. ഇപ്പം നല്ല ചൂടാണ്, അതാ ഞാൻ ഇങ്ങനെ കൈ വെച്ചൊക്കെ കാണിച്ച് നല്ല ചൂടുണ്ടെന്ന്. അപ്പോൾ ഇതേ ഞാൻ രാത്രി ഇതൊന്ന് ചില്ല് ചെയ്തെടുത്തിട്ടുണ്ട്, തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അത് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.